ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കമലേനെയും ഗൗരീനെയാണ്. കമലയെടുത്തി, ഇപ്പോൾ ഈ നടക്കുന്ന ഒന്നും ശരിയല്ല. എന്ത് ശരിയല്ലെന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നത്? കമലയെടുത്തിക്ക് ഒന്നും അറിയില്ല. ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ വലിയൊരു കുഴപ്പത്തിലേ അവസാനിക്കൂ എന്ന് പറഞ്ഞു ഗൗരി. പക്ഷേ എനിക്കതിനെ എതിർക്കാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഗൗരി, നീ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതെന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറഞ്ഞോ ധൈര്യമായിട്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് പിന്നെ കമലയെടുത്തി എന്ന് പറഞ്ഞു കേട്ടോ. അത് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ശങ്കരൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പം അവിടെയും ബ്ലോക്കായി. പറയാൻ വന്ന കാര്യവും ആകെ ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ സംസാരം കേട്ടിട്ട് ഗൗരി, എന്നാൽ ഞാൻ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കമല നേരെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ശങ്കർ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഗൗരി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ തിരിച്ചു പോയത്. പിന്നെന്താ നിൻ്റെ മുഖം മാത്രം എന്താ പറ്റി? എൻ്റെ ഗൗരി, നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കണത് എന്ന് ചോദിച്ചു. ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചോ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല അല്ലേ എന്ന് ചോദിച്ചോ. നിങ്ങളുടെ ഈ കള്ളത്തരം നിങ്ങളുടെ അച്ഛനും അമ്മയും വിശ്വസിപ്പിച്ചോ. ഇപ്പം എൻ്റെ വീട്ടുകാരെയും കൂടെ വിശ്വസിപ്പിച്ചോ. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ശ്യാം സാറും നന്ദിനി അമ്മയും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. പക്ഷേ എൻ്റെ ആദർശേട്ടനും മാരുതിയും എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഓ, അതാണോ ഇത്ര വലിയ പ്രശ്നം? അതിന് ഉത്തരം ഇത്ര സിമ്പിളല്ലേ? അപ്പം പിന്നെ പെങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അളിയൻസിന് ഇഷ്ടമല്ല. പിന്നെ നിൻ്റെ അനിയത്തി കൊച്ചുണ്ടല്ലോ, അവക്കും എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് മിണ്ടാത്തത്. അതുകൊണ്ടല്ല ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ഓ, മറ്റേ പ്രതികാരം. ആഹാ, ഇതൊക്കെ ആ ടീമാണല്ലേ? എൻ്റെ പൊന്നു ഗൗരി, നീ ഗർഭിണിയല്ലെന്ന് നിനക്കറിയാം. പിന്നെ നിനക്കെന്തിനാ ഇത്ര ടെൻഷൻ? ഈ കള്ളം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇത് പോകുന്നത് വരെ അങ്ങ് മുന്നോട്ട് പോട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കിയാൽ പോരെ. അതെ, ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മാസങ്ങൾ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ? ശരിയാ, അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഗൗരിയെ ഇനിയെന്ന് പറഞ്ഞു. നീ നിൻ്റെ ഈ പ്രതികാര ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് നീ എൻ്റെ ഭാര്യയാകുക, അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ, എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞു ശങ്കരൻ. അതെ, അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കില്ലേ? ഓ, അപ്പോൾ അതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ഗൗരി, അതിന് വേണ്ടിയിട്ടൊന്നും അല്ല. അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം, പിന്നെ നിനക്ക് ഈ വീട്ടിൽ കിട്ടുന്ന റെസ്പെക്റ്റ്, ഇതൊക്കെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ തെറ്റിദ്ധരിക്കണ പോലെ ഒന്നുമില്ല. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന നാടകമൊക്കെ ഗതികെട്ട് ഞാൻ തോറ്റു തരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട കേട്ടോ. നീ തോറ്റു തരണ്ടെന്നേ. നീ ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, അതിൽ കുഴപ്പമില്ലല്ലോ. അപ്പം ഗൗരി ഒന്നും മിണ്ടാതെ അങ്ങ് എഴുന്നേറ്റ് പോയി. എടി ശ്യാമപ്രസാദിൻ്റെ മോള് ഗൗരി, എൻ്റെ പൊന്ന് ഗൗരി, എൻ്റെ മുന്നിൽ നിനക്ക് തോറ്റു തരാതെ വേറെ വഴിയില്ല. നീ വലിയ താമസമില്ലാതെ പ്രതികാരം ഒക്കെ താത്തു വെച്ച് മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയായിട്ട് എന്നോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങും. അത് നീ കണ്ടോ? പിന്നെ രാധേനെയും മഹാദേവനെയും കാണുന്നത്. മഹാദേവന് എപ്പോഴും പേരക്കുട്ടിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. പുള്ളി ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലെ 2 പേരക്കുട്ടികൾ വരുമ്പം എന്ത് രസമായിരിക്കും. നിനക്ക് ഓർമ്മയില്ലേ, പണ്ട് നമ്മുടെ ശേഖരനും കുട്ടിശങ്കരനും കളിച്ച് നടന്നതുപോലെ ഈ മുറ്റത്ത് പിള്ളേരെങ്ങനെ കിടന്ന് അർമാദിക്കില്ലേ? അപ്പം രാധേ ചിരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴായിരിക്കും വീണ്ടും ഈ വീടിന് ഒരനക്കമൊക്കെ വെക്കുക അല്ലേ രാധേ? പിന്നെ പിള്ളേരുണ്ടല്ലോ, അവരുണ്ടല്ലോ, ഒരു സമയത്ത് നമ്മളെ നിലത്ത് നിർത്തില്ല കേട്ടോ, കണ്ടോ? പിന്നെ നീ ഒന്ന് പോയി എൻ്റെ പൊന്നെ. നീ ചിരിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ലട്ടോ രാധേ. അതേ, പിള്ളേരുണ്ടല്ലോ അച്ചാമ്മേ അച്ചച്ച എന്നൊക്കെ വിളിച്ച് നമ്മുടെ പിന്നാലെ ഓടി നടക്കും കേട്ടോ രാധേ. ആന കളിക്ക്, അമ്പസ്ഥാനി കളിക്കല്, ഓ എന്തൊക്കെ രസമായിരിക്കും എന്നറിയോ എന്ന് ചോദിച്ചു. അപ്പം രാധയുടെ മുഖം മാറി. നിനക്കിപ്പോൾ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഫേസ് അങ്ങ് മാറിയില്ലോ. എന്താ കടന്നല്ലോ, കുത്തിയോ? മോറ് ഇത്രയധികം അങ്ങ് വീർപ്പിച്ച് വെച്ചല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നിയതാ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലല്ലോ, എന്തോ ഒന്നുണ്ടല്ലോ രാധേ, നീ പറ. എന്താണെങ്കിലും നീ ധൈര്യമായിട്ട് പറ രാധേ.
നമുക്ക് ഇനി സന്തോഷമുള്ള ദിവസങ്ങളല്ലേടി വരാൻ പോണത്. നീ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഒന്നുമില്ലെന്നേ എന്ന് പറഞ്ഞു രാധ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാതിരിക്കുമോ? ആശ്, നീ അത്രയ്ക്ക് വലിയ വാഷാണെങ്കിൽ നീ പറയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, മനുഷ്യൻ വേറെന്തെങ്കിലും കാര്യം ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴേ പറയാൻ വന്നേക്കരുത് കേട്ടോ. പറഞ്ഞേക്കാം. ഇല്ല, ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. എടി എടി രാധേ എന്ന് വിളിച്ചു. നമ്മുടെ പേരക്കുട്ടികളെ നമുക്ക് തന്നെ വളർത്തണം കേട്ടോ, നീ കേട്ടോ. അതെ, നമുക്ക് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, നമ്മളെ മക്കളുടെ കാര്യത്തിലുണ്ടായത് പേരക്കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മുടെ 2 പേരക്കുട്ടികളെയും അവരുടെ അച്ചാച്ചനെയും അച്ചാമ്മയും കൂടിയിട്ട് നമ്മൾ രണ്ടുപേരുടെ അങ്ങ് വളർത്തിച്ചാൽ മതി കേട്ടോ. ഇതേ ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ തീരുമാനമാണ് കേട്ടോടി എന്ന് ചോദിച്ചു. അപ്പോൾ രാധ ചിരിച്ചിട്ട്, നിങ്ങൾ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് 2 കുട്ടികൾ എന്ന് പറയണത്? 2 കുട്ടികളുണ്ടാകാൻ പോവല്ലേ എന്ന് ചോദിച്ചു. അതെ, കമലയുടെയും ശേഖറിൻ്റെയും കുട്ടിയും പിന്നെ നമ്മുടെ കുട്ടി ശങ്കറിൻ്റെയും ഗൗരിയുടെയും കുട്ടിയും. അപ്പം 2 കുട്ടികളല്ലേ? അപ്പം 2 പേരക്കുട്ടികളെ നമ്മൾ തന്നെ വളർത്തും കണ്ടോ. കമലയുടെ കാര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, പക്ഷേ ഗൗരിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എന്തിട്ടടി അങ്ങനൊരു പറച്ചില്? അപ്പം ഗൗരിയുടെ കുട്ടിയെ നമുക്ക് വളർത്താൻ തരില്ല എന്നാണോ പറഞ്ഞത്? അതുകൊണ്ടാണോ നീ അങ്ങനെ സംസാരിച്ചത്? നമ്മളെ അച്ഛനും അച്ഛമ്മയൊക്കെ അല്ലേടി, അപ്പം പിന്നെ തരാതിരിക്കുമോ? നമ്മളല്ലേടി ആ കുട്ടീനെയൊക്കെ വളർത്തിയെടുക്കേണ്ടത്. ഗൗരിയെ അതൊക്കെ സമ്മതിക്കും, നീ കണ്ടോ. അതിന് ഗൗരി ഗർഭിണിയായാലല്ലേ ഈ പ്രസവിക്കുള്ളൂ എന്നൊരു ചോദ്യം കൂടി രാധ ചോദിച്ചു. എന്നിട്ട് രാധ എഴുന്നേറ്റ് അങ്ങ് പോവാണ് കേട്ടോ. ഡേ രാധേ, നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞു. അല്ല, നീ ഇപ്പം എന്തുട്ടാ രാധ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. അവള് ഗർഭിണിയാണെങ്കിലല്ലേ പ്രസവിക്കൂ എന്ന്. ഈ വീട്ടിലെ പണിയൊന്നും എടുക്കാതെ സൂചിച്ചിരിക്കാൻ അവൾ കണ്ടെത്തിയ അടവല്ലേ ഗർഭം എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ശരി, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ രാധേ, ഗൗരി ഗർഭിണിയല്ലാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? പറ, നീ ആര്, ഡോക്ടറോ അതോ വൈറ്റാട്ടിയോ? പറ, എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചോ. അതുമല്ല, നീ അവളുടെ വയറ്റിനുള്ളിൽ വരെ എത്തിച്ചു നോക്കിയോ? വാവയുണ്ടോ നോക്കിയോ? എന്താ രാധേ, ഇവിടെ മനുഷ്യൻ ഒരു ഇത്തിരി നേരം സൗര്യമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണ കണ്ട അപ്പം നിനക്ക് സഹിക്കൂല അല്ലേ രാധേ? നീ തനി അമ്മായിയമ്മയാട്ടോ ശരിക്കും. അപ്പോഴത്തേക്ക് അവിടെ ഒരു കുത്തിരിപ്പായിട്ട് അപ്പം തന്നെ എത്തും. എൻ്റെ പൊന്ന് രാധേ, സമാധാനമായിട്ട് സന്തോഷമായിട്ടും ഒരു ദിവസം ഇങ്ങനെ അവസാനിച്ചിട്ട് കണ്ണടയ്ക്കണം. നീ സമ്മതിക്കില്ല അല്ലേ രാധേ എന്ന് ചോദിച്ചു. ഈ വീട്ടിൽ ഒരു സൗകര്യം തരാത്തത് നീ മാത്രമാണ്. ഈ വീട്ടിലെ മുഴുവൻ സന്തോഷവും സമാധാനവും കളയുന്നത് നീ ഒറ്റ ഒരുത്തിയാ രാധേ. നിന്നിടല്ലോ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ രാധാമണി തങ്കച്ചി അങ്ങ് പോയി. ഡി നെക്കിടി എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പുറകെ തന്നെ ചെല്ലുകയാണ് കേട്ടോ. അപ്പം 2 പേരുടെ പൂക്കുറ്റി അടിയാണ്. അപ്പോൾ നമ്മുടെ ശങ്കർ കിടന്നുറങ്ങി. അപ്പോൾ ഗൗരി അവിടെ നിൽക്കുക കേട്ടോ. അപ്പം അമ്മ കരയുന്ന ഒച്ച കേട്ടു ഗൗരി. അപ്പോൾ ഗൗരി ആകെ വെപ്രാളം പിടിച്ചിട്ട്, അയ്യോ എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്നറിയില്ലല്ലോ. അപ്പോൾ ആകെ വെപ്രാളം പിടിച്ച് പോയി ശങ്കറിനെ വിളിക്കാം. ശങ്കർ എണീക്ക് എന്ന് പറഞ്ഞു. ശങ്കർ എണീക്ക്, ശങ്കർ ഒന്ന് എണീറ്റേ. അതെ അമ്മ കരയാ എന്ന് പറഞ്ഞു. അമ്മ കരയേ? നീ എന്താ പറയണത്? അച്ഛനും അമ്മയും കൂടെ എന്തോ വഴക്ക് നടക്കുക. ഓ, വഴക്ക് നമ്മുടെ കുടുംബത്തെ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ശങ്കർ പ്ലീസ് ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. നിനക്ക് തലയ്ക്ക് നല്ല വട്ടമുണ്ടോ എൻ്റെ ഗൗരി? അച്ഛൻ്റെയും അമ്മയുടെയും നടയിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവരവരെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്നത്. അതിന് വേറെ ആരും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അത് അവർ തന്നെ അങ്ങ് തീർത്തോളും. നീ അത് വിട്ടുകളഞ്ഞ ഗൗരി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു ശങ്കർ? ഓ അത് ശരി. എന്നാലേ നിങ്ങൾക്കൊരു കാര്യമായിട്ട് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഈ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് നീ പറയണത്. എനിക്ക് ഈ വീട്ടിലെ രീതികളൊന്നും അറിയില്ല, ശരിയാണ്. പക്ഷേ ഒരാൾ കരയുമ്പോൾ കണ്ടു നിൽക്കാനായിട്ട് എന്നെക്കൊണ്ട് കഴിയില്ല. എൻ്റെ പൊന്നു ഗൗരി, അമ്മ അവിടെ കിടന്ന് കരയുന്നത് അച്ഛൻ അമ്മക്കിട്ട് നല്ല കിഴുക്കട്ട കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അത് പതിവാ, അതൊന്നും വലിയ സാരമുള്ള കേസല്ല. അച്ഛൻ അമ്മ തല്ലിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവും. അല്ലാതെ വെറുതെ ഒന്നും അച്ഛൻ ഒരിക്കലും തല്ലില്ല എന്ന് പറഞ്ഞു.
പെണ്ണുങ്ങൾ തെറ്റ് കാണിക്കുമ്പോൾ അവരെ തല്ലാണ്ട് പിന്നെ എങ്ങനെയാ ആണുങ്ങൾ അവരെ നേരെയാക്കണത്? എല്ലാ ആണുങ്ങളുടെയും രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ വീട്ടിലെ രീതി ഇതൊന്നുമല്ല, ഞാനിങ്ങനെ കണ്ട് ശീലിച്ചിട്ടുമില്ല. ഇത് നിൻ്റെ വീട്ടിലെ രീതിയല്ല, ഇത് ഇവിടുത്തെ രീതി ഇങ്ങനെയാ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പം ഞാൻ എന്താ നിന്നോട് ഇങ്ങനെ കാണിക്കാത്തത് എന്നൊരു ഡൗട്ട് നിനക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്തിട്ടാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുകയൊരി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. എന്താ നിനക്ക് കേൾക്കണ്ടേ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ഗൗരി, ചോദിക്കില്ല അല്ലേ നീ? എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു തന്നേക്കാം. അതിന് ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരൊറ്റ സ്നേഹം കാരണമാണ് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളോട് പെരുമാറുന്നത് പോലെ ഞാൻ നിന്നോട് പെരുമാറാത്തത്. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. അല്ലാതെ രണ്ടാണ്ട് തരാനായിട്ട് എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്ത് ചെയ്യാൻ, എൻ്റെ സ്നേഹം എനിക്ക് എന്താ നിനക്കൊന്നും മനസ്സിലാവണ്ടേ? എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാവും എൻ്റെ ഗൗരിയെ. അന്ന് നീ മനസ്സിലാക്കും ചെയ്തത് തെറ്റാണെന്ന്. എന്നിട്ട് ശങ്കർ അങ്ങ് കയറി കിടന്നു. അപ്പം ഗൗരി ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അമ്മയുടെ അടുത്തേക്ക്. അപ്പം ശങ്കർ ഇങ്ങനെ മൂടിപ്പോച്ച് തലയെ വെച്ച് കിടക്കുക. കേട്ടോ, നിന്നെ ഞാൻ കൊല്ലോടി. നീ ഒറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ സ്വസ്ഥത സമാധാനം കളയുന്നത്. ഡി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞു. അപ്പം ഗൗരി ഓടി വരിക. കേട്ടോ, അയ്യോ. അപ്പം അച്ഛ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും അയ്യോ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഗൗരി ഇടയ്ക്ക് കയറി വന്ന് നിൽക്കുകയാണ്. അച്ഛാ ഒന്ന് നിർത്തച്ഛാ, ദൈവം ഏത് അമ്മയെ തല്ലരുതച്ഛ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഈ ചാരങ്ങാട്ടും മഹാദേവനാ തീരുമാനിക്കുന്നത്. മനസ്സിലായോ നിനക്ക്? ആരുവേ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു ഗൗരിയോട്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുക. മര്യാദയ്ക്ക് നീ നിൻ്റെ റൂമിലേക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അച്ഛ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാ, അല്ലാതെ വളർത്തു മൃഗമൊന്നും അല്ല ഇങ്ങനെ തല്ലി പഠിപ്പിക്കാൻ. മൃഗങ്ങളോട് പോലും മനുഷ്യരിങ്ങനെ പെരുമാറില്ല അച്ഛാ, അത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞു. അത് ശരി, അപ്പം പ്രൊഫസറുടെ മോള് അച്ഛന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, അതാണ് എൻ്റെ രീതി എന്ന് പറഞ്ഞു. അപ്പോൾ കമലയും അവിടുത്തെ ജോലിക്കാരിയും ഒക്കെ വന്നു. അപ്പോൾ തന്നെ ഇത് കേട്ടോണ്ട് നിൽക്കണം. അതെ മോളൊരു കാര്യം ചെയ്തേ, ഇവിടുന്ന് സ്കൂട്ടായേ വേഗാട്ടെ. രാധയെ അവളുടെ പാട്ടിന് വിട്, മോൾ അവിടെ നിന്ന് പോ. ഇല്ലച്ച, ഇനി അമ്മയെ തല്ലാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു ഗൗരി. ഇങ്ങനെ വാശി പിടിച്ച് നടുക്കേറി നിൽക്കുകയാണ് ഇവർ രണ്ടുപേരുടെയും. അപ്പം ഇങ്ങനെ നോക്കി നിന്നിട്ട്, ദേ മോളെ, വെറുതെ ഈച്ച റോള് കളിച്ചിട്ട് അലുക്കുലത്തുണ്ടാവക്കരുത്, പറഞ്ഞേക്കാം ഞാൻ. മോൾക്കറിയാലോ, നീ ചെല്ല്. പിന്നെ അത് മാത്രമല്ല ഗൗരി, അച്ഛൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. നിനക്കേ വയറ്റിലുള്ളതാ, അറിയാലോ നിനക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഇടയ്ക്ക് കയറി നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ ഇടയ്ക്കൽ വന്ന് പെട്ടിട്ട് ദേ ക്ടാവിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്കറിയാലോ എൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചു. പിന്നെ അച്ഛൻ്റെ സ്വഭാവം മാറൂട്ടോ, ഇതൊന്നും ആയിരിക്കില്ല കഥ. അതുകൊണ്ടാ പറയുന്നത്, നല്ല ഭാഷയിൽ പറയണത്. ഇല്ല അമ്മയെ വിട്ട് ഞാൻ എവിടെയും പോവില്ല എന്ന് പറഞ്ഞു. എടി രാധേ, എടി നാണം കെട്ടവളെ, കണ്ടോടി നീ ആരെയാണ് ഇത്രയും നേരം കുറ്റം പറഞ്ഞത്? ആ പെങ്കൊച്ച് വേണ്ടി വരും, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ വരേണ്ടി വന്നു, കണ്ടോ നിന്നെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും രാധയ്ക്ക് ആകെ കലി പോണ്ടോ. നിനക്ക് നാക്കെടുത്താലും മരുമോളെ കുറ്റം പറയാൻ മാത്രമല്ലേ നിനക്ക് നേരമുള്ളൂ, നാണമുണ്ടോ നിനക്ക് ശരിക്കും എന്ന് ചോദിച്ചു. ഇതുപോലൊരു പാവം പിടിച്ച കിടാവിനെയല്ലേ നീ ഓരോന്ന് പറയണത്? എന്താടി നിനക്ക് നാവില്ലേ? ക്ടാവ് വന്നതുകൊണ്ട് മാത്രം നീ തൽക്കാലം സേഫായി. ഗൗരി, ഈ നാശം പിടിച്ചവളെ എൻ്റെ കൺമുന്നിൽ നിന്ന് നീ എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞു. അവളുടെ ഒരു ഈച്ച റോള് എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ചവിട്ടിത്തുള്ളി റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ വേണ്ട രാധയും അതുപോലെ തന്നെ ഗൗരിയും കമലയും അവരെല്ലാവരും കൂടെ നിൽക്കണം. അപ്പോൾ ശങ്കർ ഇറങ്ങി വന്നു. ഹൈ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് പ്രസാദം കിട്ടിയോ? മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ എന്തൊട്ട് പണിയാമ്മ ഈ കാണിക്കുന്നത്? അമ്മയ്ക്ക് മിണ്ടാതിരുന്നൂടായിരുന്നോ? നോക്കട്ടെ എന്താ ഇത് എന്ന് ചോദിച്ചു. ആഹാ, അടി കിട്ടിയിട്ട് പാടൊക്കെ നല്ല ക്ലിയറായിട്ട് കിടപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ചൂടോളം വെച്ച് ആവി പിടിച്ചു കൊടുക്കുക. അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ അമ്മേ? അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാവുന്നതല്ലേ, അപ്പോൾ ഒന്ന് മിണ്ടായിരിക്കണ്ടേ? അമ്മയൊന്നും കേൾക്കുകയില്ല. അമ്മ ഇങ്ങനെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും. അതെ, എന്തെങ്കിലും എണ്ണയും കുഴമ്പുണ്ടെങ്കിൽ തിരുമ്മി കൊടുക്കുക, ആവിയും പിടിക്കുക എന്ന് പറഞ്ഞു ശങ്കർ. അപ്പോൾ ആ കല്ലിപ്പ് മാറണമെങ്കിൽ ചൂട് പിടിക്കണം. അപ്പോൾ കമല വെള്ളം എടുത്തിട്ട് അമ്മേ ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അമ്മേ, അച്ഛനോടുള്ള ദേഷ്യം അമ്മ എന്തിനാ പാവം കമലെടുത്തിട്ട് കാണിക്കുന്നത്? കമലെടുത്തിയ വെള്ളം ഇങ്ങതാ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അമ്മ ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു.
കുടിക്കമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ രാധ കയ്യിലേക്ക് വാങ്ങി. എന്നിട്ട് രാധയ്ക്ക് കലി മൊത്തം ഗൗരിയോടാണല്ലോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഗൗരി ചിരിച്ച് സന്തോഷത്തിലാണ് മേടിച്ചത് കേട്ടോ. അപ്പം രാധ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഗ്ലാസും വെള്ളം കൂടെ എടുത്ത് ഒരൊറ്റ ഏറങ്ങ് വെച്ച് കൊടുത്തു. ഇത് കണ്ടപ്പോഴത്തേനും ഇവർക്കെല്ലാം എന്തോ പോലെ ഇപ്പോൾ രാധ എന്ത് പണിയെ കാണിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പം രാധയ്ക്കിട്ട് 2 എണ്ണം കൂടെ കിട്ടേണ്ടതായിരുന്നു എന്ന് എനിക്ക് വരെ തോന്നിപ്പോയി കേട്ടോ. അപ്പം രാധയുടെ അഹങ്കാരം കണ്ടിട്ട് അപ്പോഴത്തേനും ശങ്കർ, അമ്മ എന്താ കാണിച്ചത്? അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയല്ലേ ഗൗരി വെള്ളം തന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഗൗരി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി. ഇപ്പം ദഹിച്ച് തിന്നും അതുപോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. നിൻ്റെ ഒരു ഗൗരി വന്നിരിക്കുന്നു. ഹെടി ദേ, നീ തന്നെ തീ കത്തിച്ചിട്ട് നീ രക്ഷിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു. നല്ലവളായിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ നീ അഭിനയിച്ചു മരിച്ചോ, പക്ഷേ നിന്റെ അഭിനയം എൻ്റെ മുന്നിൽ വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടുത്തെ ആണുങ്ങൾ നിന്നെ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ രാധാമണി തങ്കച്ചിയെ നീ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കേട്ടോ. ഈ കളിക്ക് നിന്റെ കളി എവിടെ വരെ പോകുന്ന നോക്കട്ടെ. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഈ വീട്ടിലെ റാണിയാവാന്നോ എന്ന് ചോദിച്ചു. നടക്കില്ലടി, ഒരിക്കലും നടക്കില്ല. ഒരിക്കലും നിന്റെ ആഗ്രഹം ഈ രാധാമണി തങ്കച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അല്ല, അമ്മ എന്നിട്ട് നട്ടപ്രാന്തായി പറയണത്? റാണിയോ? മഹാറാണിയായിട്ട് വാഴാനായിട്ട് ഇതെന്താ ശക്തൻ്റെ വല്ല കൊട്ടാരവും മറ്റാണോ മഹാറാണിയായിട്ട് വാഴിക്കാനായിട്ട് എന്ന് ചോദിച്ചു. ദേ, നീ മിണ്ടി പോവരുത് എന്ന് പറഞ്ഞു ശങ്കറിനോട്. നിന്നെ പോലുള്ള ആണുങ്ങൾ ഇവളുമാര് പാവാട ചടി കെട്ടിയിട്ടിരിക്കുന്നത് പിന്നാലെ നടത്തിക്കും, ആണം കെട്ടവൻ എന്ന് പറഞ്ഞു. അമ്മേ എന്ന് വിളിച്ചു. അമ്മയോ? ഞാനോ? നിന്റെ അമ്മ ഇതേ ഇവളാ. നിന്റെ മാത്രമല്ല, നിന്റെ അച്ഛൻ്റെയും അമ്മ ദേ ഇവളൊരുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി. നീ ചെവി നുള്ളക്കോ, ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൈ എൻ്റെ ദേഹത്ത് വീണാത് അത് നീ കാരണം, നീ മാത്രം കാരണം എന്ന് പറഞ്ഞു. ഇതിന് ഈ രാധാമണി തങ്കച്ചി പ്രതികാരം ചെയ്തേ തീരൂ എന്ന് പറഞ്ഞു. അപ്പം അതിങ്ങനെയൊക്കെയാണ്, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പണി നിനക്ക് ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മോളെ ദേ, ഒരു കാര്യം പറയാം, പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മോളെ, അത് നീ താങ്ങില്ല, തന്നിരിക്കും ഈ രാധാമണി തങ്കച്ചി എന്ന് പറഞ്ഞു. എൻ്റെ ഗൗരി, നീ ഒന്ന് വന്നേ. ഇതെന്താ വല്ല തുടർനാടകമാണ്? ഇത് ഇപ്പോഴെങ്കിലും തീരണ കോളിലാട്ടാ. അച്ഛൻ ആറഞ്ചം പറഞ്ഞ പെരുക്കിയപ്പം അമ്മയുടെ തലയ്ക്ക് കാലായിട്ട് പറ്റി. അതാ ഈ പാതിരാത്രി പ്രതികാരവും വെല്ലുവിളിയും. അമ്മ പോയി കിടന്നുറങ്ങിക്കേ, നീ ഒന്ന് വന്നേ എൻ്റെ ഗൗരിയെ എന്ന് പറഞ്ഞു. ഒരാവശ്യമില്ലാത്തൊരു വാഷൗട്ട് ഡയലോഗും എന്ന് പറഞ്ഞ ഗൗരിയെ വിളിച്ചുകൊണ്ട് പോവാണ്. ചെല്ലടാ, വേഗം ഞാൻ അവളുടെ കാല് തിരുമ്മിക്കൊട്. നിന്നെപ്പോലുള്ള പെങ്കൊന്നന്മാർ ആണുങ്ങൾ കാരണമാ എന്നെപ്പോലുള്ള കുടുംബ സ്നേഹമുള്ള പെണ്ണുങ്ങളെ അടി വാങ്ങുന്നത് എന്നുകൂടെ രാധാമണി തങ്കച്ചി പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ശങ്കറും ഗൗരിയും കയറിപ്പോയി. നമ്മൾ കാണാൻ നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണിയും ആദർശോടെ കിടക്കണം. അപ്പം ആദർശിൻ്റെ ഉറക്കമൊക്കെ കണ്ട് പാവം ഇങ്ങനെ എഴുന്നേറ്റ് നോക്കും, പിന്നെയും കിടക്കൂട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ദേഹത്തെ കൈയൊക്കെ വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് ഓർത്തു. അപ്പോൾ വേഗം തന്നെ ആദർശ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടന്നു. ഈ സമയത്ത് നമ്മുടെ വേണിക്കൊരു കുറുമ്പൊക്കെ തോന്നി. വേണി പതുക്കെ ആദർശിൻ്റെ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ച പടിയിരിക്കുകയാണ് കേട്ടോ. അവൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര സന്തോഷമാണ്. വേണി ശരിക്കും പാവമാണ് കേട്ടോ. ഒരുപാട് ആഗ്രഹിക്കുന്നു ആദർശിൻ്റെ ആ സ്നേഹം കിട്ടാനായിട്ട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.